ഹായ്. അപ്പോൾ ഈ CS കോഴ്സിൽ കമ്പനി സെക്രട്ടറി എന്നുള്ള കോഴ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, സോ അതിൽ നമ്മൾ ആ ലോ എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പനി ലോ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആവുന്ന നിയമങ്ങളാണ്, കമ്പനികൾ എന്തൊക്കെ നിയമങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പേരിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ കമ്പനി ലോ, കമ്പനികളുടെ നിയമം. സോ ഈ കമ്പനികളുടെ നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് എന്താണ് ഒരു കമ്പനി. ഓക്കെ, ക്ലിയർ. കമ്പനി എന്താണെന്ന് മനസ്സിലായാലല്ലേ കമ്പനികളുടെ നിയമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്, സോ കമ്പനിയുടെ നിയമത്തിൽ തന്നെ, കമ്പനീസ് ആക്ടിൽ തന്നെ കമ്പനി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ കമ്പനി എന്ന കോൺസെപ്റ്റ് കുറച്ച് വൈഡർ ആയിട്ട് മനസ്സിലാക്കാൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് ഒരു കമ്പനി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ കമ്പനി, വാട്ട് ഈസ് എ കമ്പനി? Company is derived from a Latin word. Come and panies. So company എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് എന്ന് വന്നതാണ് companies, which means with or together. Come means with or together and panies means bread. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ കൂടി ആ ബ്രെഡിന്റെ പീസ് എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് കമ്പനീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി കമ്പനീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള കോൺസെപ്റ്റ് അല്ല, പണ്ടേ കമ്പനി. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ വന്നിരുന്നത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കമ്പനിയായിരുന്നു, ബ്രിട്ടനിലുള്ളൊരു കമ്പനിയായിരുന്നു. സോ അന്നേ കമ്പനിയും കമ്പനി നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. നമുക്ക് ആ ആക്ട് ആണ് പഠിക്കാനുള്ളത്. അതിനു മുന്നേ കമ്പനീസ് ആക്ട് 1956 ഉണ്ടായിരുന്നു. കുറേ കാലം, അറൗണ്ട് 60-70 ഇയേഴ്സ് കമ്പനീസ് ആക്ട് 1956 നിലവിലുണ്ടായിരുന്നു. പിന്നെ അതിന് ബാക്കിലുള്ള 1880 അങ്ങനെ കുറച്ച് കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോഴും കമ്പനീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നേ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാം, പല ആൾക്കാരും കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഓഫ് എ കമ്പനി. സോ കമ്പനീസ് ആക്ട് 2013 കമ്പനി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് രസകരമായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി. സോ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 ആണ്. ഓക്കെ, സോ കമ്പനീസ് ആക്ട് 2013 ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെല്ലാം കമ്പനികളാണ്, പ്ലസ് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനിയിലോ. അപ്പൊ കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്യണമെന്നില്ല കമ്പനി ആവാൻ. അത് കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആക്ടുകളിൽ രജിസ്റ്റർ ചെയ്താലും അത് കമ്പനിയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ 1956 കേസ് നോക്കാം. അപ്പൊ 1956 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയും 2013 വന്ന ശേഷം കമ്പനി ആയിട്ട് തന്നെ തുടർന്നു പോവും. ഓക്കെ, സോ കമ്പനി എന്ന് പറയുന്നത് ഇനിയിപ്പോ 1956 ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. 2013 ശേഷം 2013 ആക്ട് പ്രകാരം മാത്രമേ നമുക്ക് കമ്പനി തുടങ്ങാനൊക്കെ പറ്റുള്ളൂ. സോ 2013 ശേഷം വന്ന കമ്പനികൾ സ്വാഭാവികമായിട്ടും കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തായിരിക്കും. പക്ഷെ അതിന് മുന്നേ എക്സിസ്റ്റൻസിൽ ഉണ്ടായിരുന്ന കമ്പനികൾ 1956 അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള എനി പ്രീവിയസ് കമ്പനിയിലോ അതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരായിരിക്കും, അതിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഫിനിഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്പനീസ് ആക്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 തുടങ്ങിയതായിക്കോട്ടെ, കമ്പനീസ് ആക്ട് 1956 തുടങ്ങിയതായിക്കോട്ടെ, അല്ലെങ്കിൽ എനി അതർ പ്രീവിയസ് കമ്പനിയിൽ തുടങ്ങിയതായിക്കോട്ടെ, അവരെല്ലാവരും കമ്പനിയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇൻ കോമൺ ലോ എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ. സോ ഇതിനൊക്കെ ഓരോ വേർഡ്സിനും ഓരോ അർത്ഥമുണ്ട്. കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്. അപ്പൊ ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കമ്പനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, നിയമം വഴി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതിനാണ് ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. നിയമം വഴി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. ഓർ എ ലീഗൽ എൻറ്റിറ്റി
separate from and capable of surviving beyond the life of its members. അപ്പോൾ കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സണോ അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റിയോ ആണ്, വിച്ച് ഹാവ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. കമ്പനിയുടെ ഓണേഴ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സൺ ആണ് ഈ കമ്പനി എന്ന് പറയുന്നത്. എ കമ്പനി ഈസ് റാദർ എ ലീഗൽ ഡിവൈസ് ഫോർ ദി അറ്റൈൻമെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക്. അപ്പോൾ ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ഒരു ലീഗൽ എയ്ഡ് തന്നെയാണ്, ഒരു ലീഗൽ ഡിവൈസ് തന്നെയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. ബിസിനസ് നടത്തണം, ലീഗലി ബിസിനസ് നടത്തണം. നമുക്ക് സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് നടത്താം, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് നടത്താം. അതേപോലെ വേറൊരു ലീഗൽ ഡിവൈസ് ആണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ, ഇതൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ എന്ത് പറഞ്ഞു എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ അവർ ഓരോ കോൺസെപ്റ്റ് കമ്പനിയെക്കുറിച്ച് പറയുമ്പോഴാണ് കമ്പനി എന്താണെന്ന് ക്ലിയർലി നമുക്ക് മനസ്സിലാവും. അതിനുശേഷമല്ലേ നമ്മൾ കമ്പനി ലോ പഠിക്കുക. ഓക്കെ, സോ ഇത് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, കമ്പനി എന്താണെന്ന് മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ്. ലോ പഠിക്കുന്നതിന് മുന്നേ കമ്പനി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. ഓക്കെ, അപ്പോൾ മെനി പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? അതിൽ വൺ ഓർ മോർ പേഴ്സൺ ഉണ്ടാവും. വൺ എന്ന് പറയാൻ പറ്റില്ല, മെനി, വൺ എന്ന് പറയണ്ട, നമുക്ക് ടു ഓർ മോർ പേഴ്സൺ എന്ന് പറയാം. ടു ഓർ മോർ പേഴ്സൺസ് ഉണ്ടാവും കമ്പനിയിൽ. അവരൊരു അസോസിയേഷൻ ആയിട്ട് തുടങ്ങുന്നു. സോ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണിയോ അല്ലെങ്കിൽ മണീസ് വർത്ത്, മണിയോ അല്ലെങ്കിൽ മണിയുടെ വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് എംപ്ലോയ് ഇറ്റ് ഇൻ സം ട്രേഡ്. സോ മെനി പേഴ്സൺസ്, രണ്ടിലധികം ആൾക്കാർ വരുന്നു, അവർ മണീസ് ഇക്വലന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റിലിടുന്നു. ആ ബക്കറ്റിലുള്ള അപ്പോൾ കുറച്ച് മണിയായി, അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. ആ മണി എടുത്തുകൊണ്ട് ചില ട്രേഡുകളിലോ ബിസിനസ്സുകളിലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഹു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറൈസിങ് therefrom. അപ്പോൾ രണ്ടിലധികം ആൾക്കാരോ, മെനി പേഴ്സൺസ് എന്നാ പറയുന്നത്, മെനി പേഴ്സൺസ് വന്നിട്ട് അവരൊരു കോമൺ സ്റ്റോക്കിലേക്ക് മണീസ് വെർത്തോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ആ പൈസ യൂസ് ചെയ്ത് ബിസിനസ് ചെയ്ത് അതിലുണ്ടാവുന്ന ലാഭവും നഷ്ടവും ഷെയർ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് കമ്പനി എന്ന് പറയുന്നത്. സോ ദ കോമൺ സ്റ്റോക്ക് സോ കോൺട്രിബ്യൂട്ടഡ് ഈസ് ഡിനോട്ടഡ് ഇൻ മണി ആൻഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. സോ ആ വന്ന കോമൺ സ്റ്റോക്ക് നമ്മൾ മണിയുടെ രൂപത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുക, അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ദ പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ടഡ് ഇൻ ഇറ്റ് ഓർ ഫോം ഇറ്റ് ഓർ ടു ഹും ഇറ്റ് ബിലോങ്സ് ആർ കോൾഡ് മെമ്പേഴ്സ്. സോ അതിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ അത് തുടങ്ങിയ ആൾക്കാരോ നമ്മൾ എന്ത് പറയാം? അതിൻ്റെ ഓണർഷിപ്പിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയാം? മെമ്പേഴ്സ് എന്ന് പറയാം. സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് to which each member has been contributed entitled to his share. അപ്പോൾ നമ്മൾ ആ ബക്കറ്റിൽ കൊണ്ടുവന്ന് ഇടുന്നു എന്ന് പറഞ്ഞല്ലോ. എല്ലാവരും ബക്കറ്റിൽ ഒരേപോലെ ആയിരിക്കില്ല ഇടുക. ഒരാൾ ചിലപ്പോൾ കൂടുതലിടാം, ഒരാൾ ചിലപ്പോൾ കുറവിടാം. എത്രയാണോ ആ ബക്കറ്റിലുള്ള സംഭവത്തിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ആ ബക്കറ്റിലുള്ള ഇപ്പോൾ വെള്ളമാണെന്ന് വെച്ചോ, ബക്കറ്റിൽ ഒരാൾ വന്നു, വെള്ളം കൊണ്ടുവന്നു, ഒരാൾ 1 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു, ഒരാൾ 4 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു, ഒരാൾ 5 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. സോ എത്രയാണോ അവർ കൊണ്ടുവന്നത് അതിനാണ് നമുക്ക് അവരുടെ ഷെയർ എന്ന് പറയാം. ആൻഡ് ദ ഷെയർസ് ആർ ഓൾവേസ് ട്രാൻസ്ഫറബിൾ ഓൾദോ ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ദം മേ ബി റെസ്ട്രിക്റ്റഡ്. ഇനി അതിലുള്ളായിരുന്ന ഷെയർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എൻ്റെ പേരിലുള്ള അവകാശം എനിക്ക് വേറൊരാൾക്ക് അവകാശിയാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, പ്ലസ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ മേ ബി റെസ്ട്രിക്റ്റഡ്. ചില സമയങ്ങളിൽ ആ റൈറ്റ് ടു ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാം. ഓക്കെ, സോ ഈ ഒരു സംഭവത്തിൽ തന്നെ നമുക്കൊരാൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, മെനി പേഴ്സൺസ് വരാം, ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ട് വരാം. അവരെല്ലാവരും കൂടി കുറച്ച് മണിയോ അല്ലെങ്കിൽ മണീസ് ഇക്വലൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പൂൾ ചെയ്ത് കൊണ്ടുവരാം.
എന്നിട്ട് അതൊരു കോമൺ സ്റ്റോക്ക് ആക്കി മാറ്റാം. ആ ഓരോ കോമൺ സ്റ്റോക്കിലുള്ളതും ഓരോരുത്തവരുടെ ഷെയർ ആണ്. ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. ആ കോമൺ സ്റ്റോക്കിലിട്ട പൈസയും കൊണ്ട് നമ്മളൊരു ബിസിനസ്സിലോ ട്രേഡിങ്ങോ ചെയ്യാൻ പോകുന്നു. അതിന് കിട്ടുന്ന ലാഭവും നഷ്ടവും വീതിച്ചെടുക്കുന്നു, അവരുടെ ഷെയറിനനുസരിച്ച് വീതിച്ചെടുക്കുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്ന ഷെയറുകൾക്ക് ചില സമയങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താൻ കമ്പനിക്ക് പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, കമ്പനീസ് ആക്ടിലും പറയുന്നത്. ഇപ്പോൾ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ, ആ മെനി പേഴ്സൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ആണോ, 1000 ആണോ, 50 ആണോ, 10 ആണോ, 20 ആണോ? ഓരോരുത്തർക്കും മെനി ഓരോ പോലെ ആയിരിക്കും അല്ലേ. ചിലവർ പറയും 10 എന്ന് പറയുന്നത് മെനി അല്ലേ, 100 എന്ന് പറയുന്നത് മെനി അല്ലേ. സോ എത്രയാണ് ആ നമ്പർ ഓഫ് പേഴ്സൺസ്, അത് നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, നമ്മളത് പഠിക്കാൻ പോകുന്നുണ്ട്. ദെൻ കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വെർത്ത്, മണി എങ്ങനെയാണ് ആ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത്. മണീസ് വെർത്ത് എന്ന് പറയുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? ബിൽഡിംഗ് കൊണ്ടുവരണോ, മെഷീനറി കൊണ്ടുവരണോ, എന്താണ് കൊണ്ടുവരേണ്ടത്? കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ദെൻ കോമൺ സ്റ്റോക്ക്, കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ വിശാലമായിട്ട് നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ കമ്പനീസ് ആക്ട് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കമ്പനി നടത്തിക്കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഏകദേശം കമ്പനി എന്നുള്ളത് എന്താണെന്ന് ഡെഫിനേഷൻ എന്ന് വായിച്ചാൽ മനസ്സിലാവും. ഈ കമ്പനീസ് ആക്ടിൽ ഈ കമ്പനി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെ മനോഹരമായിട്ട് കൊണ്ടുപോവാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ആൻഡ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, എങ്ങനെയാണ് ആ പ്രോഫിറ്റ് വീതിച്ചെടുക്കുക, ലാഭവിഹിതമായിട്ട് എങ്ങനെ കൊടുക്കും, മെമ്പേഴ്സിന് തോന്നിയ പോലെ എടുത്തിട്ട് പോകാൻ പറ്റുമോ, അതോ ഡിവിഡൻഡ് ആയിട്ടാണോ കൊടുക്കേണ്ടത്? വളരെ വ്യക്തമായിട്ട് നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, ദെൻ മെമ്പേഴ്സ്, ആരാണ് മെമ്പേഴ്സ്, മെമ്പർഷിപ്പിനുള്ള ഒരു പ്രൂഫ് എന്താണ്, ഷെയറിന്റെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക, ഷെയർ സർട്ടിഫിക്കറ്റ്, ആ കാര്യങ്ങൾ നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഷെയർസ് ആർ ഓൾവേസ് ട്രാൻസ്ഫറബിൾ, എങ്ങനെയാണത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു ഷെയർ വേറൊരാൾക്ക് കൊടുത്തു, അപ്പൊ കമ്പനിയുടെ ഓണർഷിപ്പ് മാറുകയാണ്, എങ്ങനെയാണത് പോസിബിൾ ആവുന്നത്? അതിനെക്കുറിച്ച് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ആൻഡ് റൈറ്റ് ടു ട്രാൻസ്ഫർ ദ മേ ബി റെസ്ട്രിക്റ്റഡ്, ആർക്കൊക്കെയാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്? എല്ലാവർക്കും ഉണ്ടോ, അതോ ചില ആൾക്കാർക്ക് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളോ? ഇപ്പം ഞാൻ ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഷെയർ വാങ്ങണം തോന്നുമ്പോൾ അപ്പം തന്നെ വാങ്ങാം, വിൽക്കണം തോന്നുമ്പോൾ അപ്പം തന്നെ വിൽക്കാം. എനിക്ക് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഏത് പർട്ടിക്കുലർ കമ്പനികൾക്കാണ് ആ റെസ്ട്രിക്ഷൻ ഉള്ളത്, റെസ്ട്രിക്ഷൻ ടു ട്രാൻസ്ഫർ ദ ഷെയർ ഉള്ളത്? നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ A to Z കാര്യങ്ങൾ, കമ്പനി തുടങ്ങുമ്പോൾ തൊട്ട് ഓപ്പറേറ്റ് ചെയ്തു പോയി അവസാനിപ്പിക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളിലെയും റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടാണ് കമ്പനീസ്. സോ കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്തിനായിരിക്കും ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇപ്പോൾ കമ്പനി എന്താണെന്ന് ഏകദേശം ഒരു പിടികിട്ടി. ഇനി വേറൊരാൾ, ഒരു ചീഫ് ജസ്റ്റിസ് മാർഷൽ എന്ന് പറയുന്നൊരു സാറ് പറഞ്ഞു ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ. ഓക്കെ, കമ്പനി എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനാണ്. ഓക്കെ, അല്ല, ഒരു കമ്പനിയെ തന്നെ അവർ പറയുന്ന ഒരു കോർപ്പറേഷൻ എന്നാണ് ഈ മാർഷൽ പറയുന്നത്. സോ കോർപ്പറേഷൻ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ എന്നുള്ളൊരു മീനിങ് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ? നാച്ചുറലും ആർട്ടിഫിഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നാച്ചുറൽ എന്ന് പറയുമ്പോൾ സ്വമേധയാ ഉണ്ടായി വരുന്നത്, ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ കമ്പനിയെ നമ്മൾ ഉണ്ടാക്കുകയാണ്, തുടങ്ങുകയാണ്, സ്വാഭാവികമായിട്ടും അത് ആർട്ടിഫിഷ്യൽ ആവും. യെസ്, സോ ആർട്ടിഫിഷ്യൽ ബീങ് ഇൻവിസിബിൾ, കമ്പനീനെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ കാണാറുണ്ടല്ലോ വലിയ വലിയ കമ്പനികളുടെ ബിൽഡിംഗ്, നമ്മുടെ റിലയൻസിന്റെ ബിൽഡിങ്ങും അദാനിയുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇൻവിസിബിൾ ആവുക? കമ്പനി എങ്ങനെയാണ് ഇൻവിസിബിൾ ആവുന്നത്? കമ്പനിയുടെ ബിൽഡിങ്ങും കാര്യങ്ങളും വിസിബിൾ ആയിരിക്കും, പക്ഷെ കമ്പനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇൻവിസിബിൾ ആണ്. ദെൻ ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ +2 കണ്ടിട്ട് ഇൻടാഞ്ചിബിൾ ടാഞ്ചിബിൾ തൊട്ട് നോക്കാൻ പറ്റുന്ന ടാഞ്ചിബിളും തൊടാൻ പറ്റാത്ത ഇൻടാഞ്ചിബിളും. ബിൽഡിങ്ങിൽ തൊടാം, പക്ഷെ കമ്പനിയിൽ തൊടാൻ പറ്റില്ല. എക്സിസ്റ്റിംഗ് ഓൺലി ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ലോ. യെസ്, സോ നിയമം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. സോ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്, കമ്പനി ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, കമ്പനിയുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ടാഞ്ചിബിൾ ആണ്, വിസിബിൾ ആണ്. പക്ഷെ കമ്പനി എന്ന് പറയുന്നത് നിയമത്തിൽ മാത്രമുള്ളൊരു സംഭവമാണ്. സോ നിയമം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ കമ്പനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ
to follow Companies Act, company law. Okay. Being a mere creation of law. Okay, നിയമം തുടങ്ങിയത് മാത്രമാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. It possesses only the property which the charter of its creation confer upon it, either expressly or as incidental to its very existence. So ഈ കമ്പനി തുടങ്ങുന്നത് നിയമമാണ് അല്ലേ? യെസ്. സോ ആ നിയമം തുടങ്ങുന്ന കമ്പനിക്ക് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടാവും? ഓൺലി ദ പ്രോപ്പർട്ടീസ് വിച്ച് ദ ചാർട്ടർ ഓഫ് ഇറ്റ്സ് ക്രിയേഷൻ. സോ ആ ഒരു കമ്പനിയുടെ സവിശേഷത ഇരിക്കുന്നത് ഏത് ഡോക്യുമെന്റിന്റെ ബേസിസിലാണ് അത് തുടങ്ങിയത്? ഇപ്പൊ കമ്പനി തുടങ്ങുന്നത്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 അതേപോലെ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതൊക്കെ നോക്കിക്കൊണ്ടാണ്. സോ അതിലായിരിക്കും ഈ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണ്, കമ്പനിയുടെ പവേഴ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിലാണ്. സോ ഒരു കമ്പനിയുടെ പവർ ആയിരിക്കില്ല വേറൊരു കമ്പനിക്ക്. ഇപ്പോൾ ഒരു കമ്പനി ലെതറിൽ ഡീൽ ചെയ്യുന്ന കമ്പനിക്ക് ചിലപ്പോൾ സ്റ്റീൽ ഡീൽ ചെയ്യാൻ പവർ ഉണ്ടാവില്ല. സ്റ്റീൽ ഡീൽ ചെയ്യുന്ന കമ്പനിക്ക് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യാൻ പവർ ഉണ്ടാവില്ല. സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യുന്ന കമ്പനിക്ക് ചിലപ്പോൾ സോളാർ എനർജി ഡീൽ ചെയ്യാൻ പവർ ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ഓരോ സവിശേഷതകളാണ് കമ്പനി. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ചാർട്ടർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. ഇനി ജസ്റ്റിസ് ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു, കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഓബ്ജക്ട്. സോ അസോസിയേഷൻ ഓഫ് പേഴ്സൺ നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്നു. ഒരു രണ്ടിലധികം ആൾക്കാർ വേണം. ഒന്നിലധികം എന്ന് പറയാൻ പറ്റില്ല. ഒരാളാണെന്നുണ്ടെങ്കിൽ അതും കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു കമ്പനി തുടങ്ങാൻ പറ്റുമോ എന്ന് കമ്പനീസ് ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറ്റുമെങ്കിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, സോ കമ്പനീസ് ആക്ട് കവേഴ്സ് എവറിത്തിങ് റിഗാർഡിങ് ദി കമ്പനി. ഓക്കെ, സോ ഇത് ആക്ച്വലി നല്ല ഒരു രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയെ കുറിച്ച് നേരെ അറിയില്ല, അതുകൊണ്ടാണ് ഒരു ടഫായിട്ട്. പക്ഷെ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കണം, കമ്പനിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനീസ് ആക്ട് പഠിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടി, അതും നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ കണ്ടിരുന്നു, ഫസ്റ്റ് ആൾ കണ്ടിരുന്നു. കോമൺ ഒബ്ജക്റ്റ് അവർ ട്രേഡോ ബിസിനസ്സോ ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റും റിട്ടേണും, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ അവർ വീതിച്ചെടുക്കുന്നു. ഓക്കെ, ദീസ് ഡെഫിനിഷൻസ് ക്ലിയർലി ബ്രിങ്സ് ഔട്ട് ദി മീനിങ് ഓഫ് ദി company. A company comes into existence only when it is registered under the Act. So ഒരു കമ്പനി ആയിട്ട് എക്സിസ്റ്റൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഏതാണ് ആ ആക്ട്? ഇപ്പൊ നിലവിൽ ആ ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പൊ കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്ത ആൾക്കാർ മാത്രമാണോ കമ്പനി? യെസ്, ഇഫ് ഇറ്റ് ഈസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ 2013, 2013 ശേഷം തുടങ്ങിയ അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയാണെങ്കിൽ അവർ 2013 ആക്ടിന്റെ അണ്ടറിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇനി ഒരുപക്ഷെ മുന്നേ ഉണ്ടായിരുന്ന ഒരു കമ്പനിക്ക് അപ്പൊ ഇപ്പൊ കമ്പനിയാണെന്ന് പറയാൻ പറ്റില്ലേ? പറ്റും. കാരണം കമ്പനീസ് ആക്ടിൽ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ 2013 ആക്ട് ഓർ എനി അതർ പ്രീവിയസ് കമ്പനിയിലോ. പഴയ കമ്പനികളാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് കമ്പനി ആയിട്ട് പോകും, പക്ഷേ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇറ്റ് ഹാസ് എ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ. സോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലീഗൽ പേഴ്സണാലിറ്റി കിട്ടുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് മെമ്പർ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വേറെ, മെമ്പേഴ്സ് വേറെ. നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, നമ്മൾ +2 അക്കൗണ്ട്സ് തുടങ്ങുമ്പോൾ തന്നെയുള്ള സാധനമാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. കമ്പനി വേറെ, ഓണർ വേറെ, ഓണർ വേറെ, കമ്പനി വേറെ. ഓണറുടെ പൈസ വേറെ, കമ്പനിയുടെ പൈസ വേറെ. കമ്പനിയുടെ അസറ്റ് വേറെ, ഓണറുടെ അസറ്റ് വേറെ. അപ്പൊ ഈ മെമ്പേഴ്സുമായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്ക് കമ്പനിക്ക് കിട്ടുകയാണ് വൺസ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. കമ്പനിയുടെ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി, പക്ഷെ കമ്പനി ബിലോങ്സ് ടു ദാറ്റ് മെമ്പർ. ഓക്കെ, clear? An unregistered company has no such separate legal existence. Unregistered company, ശരിക്കും അൺരജിസ്റ്റേർഡ് കമ്പനി എന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം കമ്പനി ആവണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കമ്പനി ആവുള്ളൂ. പക്ഷെ ഇതിൽ പറയുന്നു അൺരജിസ്റ്റേർഡ് കമ്പനിക്ക് എന്തുണ്ടാവില്ല, ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല.
എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ലോ എലോൺ ക്യാൻ ഡിസോൾവ് ഇറ്റ്. സോ ഒരു കമ്പനി തുടങ്ങിയത് നിയമം വഴിയാണ്, അല്ലെങ്കിൽ ലോ ആണ് കമ്പനി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിനെ അവസാനിപ്പിക്കാനും ലോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. സോ ലോ പഠിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്കറിയാം കമ്പനിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, കമ്പനിനെ എങ്ങനെ ഡിസോൾവ് ചെയ്യണം. അവിടെയാണ് ഈ കമ്പനീസ് ആക്ടിന്റെ റെലവൻസ്. ഒരാൾ വന്നിട്ട് എനിക്കൊരു കമ്പനി തുടങ്ങും, ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ സാർ കമ്പനി തുടങ്ങുന്നത്? സാർക്കൊരു സോൾ പ്രോപ്രൈറ്റർഷിപ്പ് തുടങ്ങിക്കൂടെ? സാർക്കൊരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങിക്കൂടെ? അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ കമ്പനി തുടങ്ങാൻ വേണ്ടി വരുന്നത്? എന്തോ റീസൺ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കമ്പനി തുടങ്ങാൻ വേണ്ടി വരുന്നത്. യെസ്, കമ്പനികൾക്ക് പല മെറിറ്റ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ബാങ്കുകൾ കൂടുതലും വിശ്വസിക്കുന്ന കമ്പനി ഫോമിനെയാണ്, പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ. പെർപ്പച്വൽ സക്സഷൻ, കമ്പനിയുടെ മെമ്പർ മരിച്ചാലും കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമും പ്രൊപ്പറേറ്റർഷിപ്പും അങ്ങനെയല്ല. ഓണർ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ പല അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് ഒരുപാട് കമ്പനീസ് ഇങ്ങനെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കമ്പനി തുടങ്ങണമെങ്കിൽ കമ്പനീസ് ആക്ട് നോക്കണം, കമ്പനി നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ കമ്പനീസ് ആക്ട് നോക്കണം, കമ്പനി അവസാനിപ്പിക്കണമെങ്കിൽ കമ്പനീസ് ആക്ട് നോക്കണം. എന്ന് വെച്ച് ബിസിനസ് ചെയ്യാൻ, ഇപ്പോൾ അവർ പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെന്ന് വെച്ചാൽ, അവരൊരു ചെരുപ്പ് വിൽക്കുന്ന ആൾക്കാർ ചെരുപ്പ് വിൽക്കുന്നു, ചെരുപ്പ് വാങ്ങുന്നു, അത് മറിച്ച് വിൽക്കുന്നു, വാങ്ങുന്നു, മറിച്ച് വിൽക്കുന്നു. അതിന് കമ്പനീസ് ആക്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ പൈസ എടുത്തുകൊണ്ട് നമ്മൾ ബിസിനസ്സിൽ ഇറക്കി അതിന്ന് റിട്ടേൺ ഷെയർ ചെയ്തെടുക്കുമ്പോൾ കമ്പനീസ് ആക്ട് നോക്കണം. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമുക്കൊരു കേസ് ലോ ഉണ്ടായിരുന്നു. യെസ്, കേസ് ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കമ്പനി സെക്രട്ടറീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത്, കമ്പനി സെക്രട്ടറി സ്റ്റുഡൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് കേസ് ലോയ്ക്ക് കുറച്ച് റെലവൻസ് ഉണ്ട്. കുറച്ചധികം റെലവൻസ് ഉണ്ട്. അപ്പോൾ ഈ കേസ് ലോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, പണ്ട് ഇപ്പോൾ ലോ നമ്മുടെ ഇന്ത്യയിലത്തെ നിയമത്തിൻ്റെ ഒരു കിടപ്പുവശം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ളായിരുന്ന നിയമങ്ങൾ ചിലപ്പോൾ പണ്ട് ഒരു കോടതി തീരുമാനിച്ച കാര്യങ്ങളായിരിക്കും. നിയമം ഉണ്ടാക്കുമ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഓവർസീ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു പുതിയൊരു സാധനം വന്നു, പുതിയൊരു സിറ്റുവേഷൻ വന്നു, ജഡ്ജിമാരെല്ലാം ഇരുന്നിട്ട് പുതിയൊരു വിധിക്കും. ആ വിധി എന്തായി മാറും? പിൽക്കാലത്ത് നിയമമായി മാറും. അതേപോലെ പണ്ടൊരു സിറ്റുവേഷൻ വന്നു, കോടതി എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ് ഈ കേസ് ലോയിൽ വരുന്നത്. ഓക്കെ, സോ ഒരു കേസ് ലോ വന്നത് ഒരു GV പ്രതാപ് റെഡ്ഡി ത്രൂ GPA TSR റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് KVVSN അസോസിയേറ്റ്സ് ആൻഡ് അതേഴ്സ്. സോ ഒരു കേസാണ്, പേരൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൂ. അതിൽ പറഞ്ഞത് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അപ്പോൾ സുപ്രീം കോടതി വരുത്തിയ കേസാണിത്. ഓക്കെ, സോ നമ്മൾക്കറിയാം ഇന്ത്യത്തെ കോടതിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ സിവിൽ കോർട്ട് പോയി, നമ്മൾ സെഷൻ കോർട്ട് പോയി, ദെൻ ഹൈക്കോർട്ട് പോയി, ദെൻ പിന്നെയൊക്കെയാണ് നമ്മൾ സുപ്രീം കോർട്ടിലെത്തുക. അപ്പോൾ ഇത് സുപ്രീം കോടതി വരെ എത്തി ഈ കേസ്. സോ സുപ്രീം കോടതി പറഞ്ഞത് ഹെൽഡ് ദാറ്റ് were notice inviting tender by state of Telangana required that bidder must be an individual or a company. So തെലങ്കാനയിൽ ഒരു ബിഡിങ് നടത്തി. ഒരു ലേലത്തിന് വെക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി ആയിട്ട് ബിഡിങ്ങിന് വരേണ്ട ആൾക്കാരുടെ എലിജിബിലിറ്റി, അല്ലെങ്കിൽ ആർക്കൊക്കെ ബിഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവർക്ക് ലേലമായിട്ട് വരാം. ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനി ആയിരിക്കണം എന്നാണ് ആ ഗവൺമെന്റ് പറഞ്ഞത്, അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വേർഡ് കമ്പനി ഇൻ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ കുഡ് ഓൺലി മീൻ എ കമ്പനി ആസ് അണ്ടർസ്റ്റുഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ആൻഡ് കനോട്ട് ബി റീഡ് ടു ഇൻക്ലൂഡ് എ ഫേം ആൻഡ് therefore bid of respondent which was neither an individual nor a company but a firm was rightly rejected by the state. സോ ഇതിൽ കഥ എന്താ നടന്നതെന്ന് വെച്ചാൽ, തെലങ്കാന ഗവൺമെന്റ് വന്നിട്ടൊരു അഡ്വർടൈസ്മെന്റ് ഇട്ടു, ഞങ്ങളിവിടെ ബിഡിങ്ങിന് പോകുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ടെൻഡർ കൊണ്ടുവന്ന് തരാം, പക്ഷെ വരണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം അല്ലെങ്കിൽ കമ്പനി ആയിരിക്കണം. സോ കമ്പനി എന്ന് പറയുമ്പോൾ അതിനർത്ഥം കമ്പനീസ് ആക്ടിലുള്ള കമ്പനി തന്നെ ആയിരിക്കണം. സോ കമ്പനിക്ക് ഒരു റെക്കഗ്നിഷനാണ് പറയുന്നത് ഇവിടെ. പക്ഷേ നമ്മുടെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ഇൻഡിവിജ്വൽ അല്ലാത്ത, ഒരു കമ്പനി അല്ലാത്ത ഒരു ഫേം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമുകാരൻ വന്നു, എന്നിട്ട് ലേലം വിളിച്ചു. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമുകാരൻ്റെ നമ്മൾ ക്യാൻസൽ ചെയ്തു, ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതിക്ക് അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു, എനിക്ക് ടെൻഡർ വിളിക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു,
പക്ഷെ എനിക്ക് ടെൻഡർ കിട്ടിയില്ല, ഞാനാണ് കൂട്ടി വിളിച്ചത് പക്ഷെ എനിക്ക് തന്നില്ല, ആ ഇൻഡിവിജ്വലിന് കൊടുത്തു അല്ലെങ്കിൽ ആ കമ്പനിക്ക് കൊടുത്തു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനി ആൻഡ് ഇൻഡിവിജ്വൽ. കമ്പനി എന്താന്ന് കമ്പനീസ് ആക്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനി ലോ. ഇവർ വന്നിരിക്കുന്ന ഒരു ഫേമാണ്, ഒരു അസോസിയേറ്റ്സ് ആണ്, കമ്പനിയും അല്ല പക്ഷെ ഇൻഡിവിജ്വൽ അല്ല. ആ ഫേം വന്നിട്ട് ലേലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലിയർലി പറയുന്നുണ്ട് കമ്പനി ആണെങ്കിൽ വരാം, ഫേമിനെ ഞങ്ങൾ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് കേസ് ലോയിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് കമ്പനി ആയിട്ട് വരണം എന്ന് പറഞ്ഞു, അപ്പൊ കമ്പനി ആയിട്ട് തന്നെ വരണം, അല്ലാണ്ട് ഫേം വന്നു കഴിഞ്ഞാൽ ടെൻഡർ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ കേസിൽ നമുക്ക് മനസ്സിലാവുന്നത്. യെസ്. ഇനിയാണ് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് രജിസ്റ്റേർഡ് കമ്പനീസ്. അപ്പൊ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റേർഡ് കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? കമ്പനി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഇൻകോർപ്പറേഷൻ കമ്പനി ബിക്കംസ് ആൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആകുന്നു, ഒരു വ്യക്തി അവിടെ ജനിക്കുന്നു, ഒരു നിയമം വഴി ഒരു വ്യക്തി അവിടെ ജനിക്കപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. സോ സിൻസ് എ കോർപ്പറേറ്റ് ബോഡി എ കമ്പനി ഈസ് ദ ക്രിയേഷൻ ഓഫ് ലോ, ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. കമ്പനി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, അതൊരു നിയമം വഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇറ്റ് ഈസ് an artificial juridical person, that is it is created by, നിയമം വഴി ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലോത്ത്ഡ് വിത്ത് മെനി റൈറ്റ്സ്, ഒബ്ലിഗേഷൻ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് പ്രിസ്ക്രൈബ്ഡ് ബൈ. യെസ്. അപ്പൊ ഈ കമ്പനിക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. കമ്പനി ഇറ്റ് ഈസ് ക്ലോത്ത്ഡ് വിത്ത് മെനി റൈറ്റ്സ്. കമ്പനിക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? എവിടെ പറയണം? കമ്പനീസ് ആക്ടിൽ പറയണം. കമ്പനീസ് ആക്ട് എവിടെ കിട്ടും? ദേ നമ്മുടെ മുന്നിൽ കമ്പനീസ് ആക്ട് ഉണ്ട്. നമ്മൾ കമ്പനീസ് ആക്ട് ആണ് ഗൈസ് പഠിക്കാൻ പോകുന്നത്. സോ കമ്പനിയുടെ റൈറ്റ്സ് എന്താണ് എന്നുള്ളത് കമ്പനീസ് ആക്ടിൽ പറയണം. ഒബ്ലിഗേഷൻസ് എന്താണ്? കമ്പനീസ് ആക്ടിൽ പറയണം. പവേഴ്സ് എന്താണ്? കമ്പനീസ് ആക്ടിൽ പറയണം. ഡ്യൂട്ടീസ് എന്താണ്? കമ്പനീസ് ആക്ടിൽ പറയണം. സോ ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. It can, however, do everything what a natural person can do. അപ്പോൾ ഒരു നാച്ചുറൽ പേഴ്സൺ, ഞാനൊരു നാച്ചുറൽ പേഴ്സൺ ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ കമ്പനീസ് ആക്ട് പറയുന്നത്. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് എക്സെപ്റ്റ് സർട്ടൈൻ ആക്ട് വിച്ച് റിക്വയർ പേഴ്സണൽ എക്സിക്യൂഷൻ. പേഴ്സണൽ എക്സിക്യൂഷൻ വേണ്ട കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് പോയിട്ട് ഷെയർ വാങ്ങാം, കമ്പനിക്ക് പോയി ഷെയർ വാങ്ങാം. എനിക്ക് പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, കമ്പനിക്ക് പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. എനിക്ക് പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, കമ്പനിക്ക് പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എനിക്ക് ബ്രീത്ത് ചെയ്യാം, കമ്പനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല ഗൈസ്. Thus, a company cannot marry or divorce it. It cannot vote in an election. So എനിക്ക് മാരേജ് ചെയ്യാം, കമ്പനിക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഡിവോഴ്സ് ചെയ്യാം, കമ്പനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വോട്ട് ചെയ്യാം, കമ്പനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ബട്ട് cannot do certain natural human being things. Okay. On incorporation, the company acquires a separate legal entity status, distinct from and independent of its members. സോ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കമ്പനി ജനിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്താവും? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. കമ്പനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ ജനിച്ചു. ശ്വസിക്കാനും മാരേജ് ചെയ്യാനും ഡിവോഴ്സ് ചെയ്യാനും വോട്ട് ചെയ്യാനും പറ്റാത്ത ഒരു കൃത്രിമമായിട്ടുള്ള തൊടാനും ടാഞ്ചിബിൾ അല്ലാത്തൊരു സംഭവത്തെ ജനിച്ചു. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കിട്ടുന്നു, ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഒരാൾ കമ്പനി തുടങ്ങി, ആ കമ്പനി തുടങ്ങിയപ്പോൾ ആ ഓണറിന്റെ സ്ഥാനത്ത് പുതിയൊരു കമ്പനി ആയിട്ട് ജനിച്ചു. അപ്പോൾ കമ്പനി വേറെ, ഓണർ വേറെ. ഓണർ തട്ടിപ്പോയി, കമ്പനി തട്ടിപ്പോവോ? കമ്പനി തട്ടിപ്പോയില്ല ഗൈസ്. കാരണം വൺസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സും കമ്പനിയും തമ്മിലൊരു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ജനറേറ്റ് ചെയ്തു.
മെമ്പറിനെ നിന്നും ഇൻഡിപെൻഡന്റ് ആണ് കമ്പനി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടിപ്പോയോ മെമ്പർ, കമ്പനി അവസാനിക്കോ? കമ്പനി അവസാനിക്കും. കാരണം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ മെമ്പേഴ്സും കമ്പനിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ബന്ധമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. ക്ലിയർ? യെസ്. Unlike a partnership which has no separate existence from its partners. ഇനി പാർട്ട്ണർഷിപ്പിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി, ഒരാൾക്ക് പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റില്ല, രണ്ടാളൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി, രണ്ടിലധികം ആൾക്കാർ വേണമെന്നാണല്ലോ. സോ രണ്ടാളൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി, ഒരു പാർട്ട്ണർ തട്ടിപ്പോയി, രണ്ടാമത്തെ പാർട്ട്ണറും തട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം അവിടെ അവസാനിച്ചു. കൂടുതൽ കേസിലും അവസാനിച്ചു. പക്ഷെ കമ്പനിയുടെ കേസിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബാങ്ക് ഒക്കെ ലോൺ കൊടുക്കുന്ന സമയത്ത് കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലോൺ തരാം, കാരണം മെമ്പേഴ്സ് തട്ടിപ്പോലും കമ്പനിയുടെ സ്വത്ത് ഞങ്ങൾക്ക് വിൽക്കാം. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഫേമിന് ചിലപ്പോൾ ഞങ്ങൾ ലോൺ തരില്ല, കാരണം മെമ്പർ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസ്ക് ആണ്. ഞങ്ങൾ അങ്ങനെ സാധാരണയായിട്ട് റിസ്ക് എടുക്കാറില്ല. ക്ലിയർ? യെസ്. So a company has a separate corporate existence. It is different from the member who constitute it. സോ കമ്പനിക്ക് എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി മെമ്പേഴ്സ് ഹു കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കമ്പനിക്ക്. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. കമ്പനി ഒരു കോർപ്പറേറ്റ് പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പെർപെച്വൽ സസഷൻ. കമ്പനി മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ, കമ്പനി വിൽ റിമെയിൻ ഫോർ എവർ. മെമ്പർ വന്നോട്ടെ പൊക്കോട്ടെ, കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രത്തൻ ടാറ്റ സാർ ഈ അടുത്ത് മരിച്ചു എന്ന് വെച്ചാൽ ആളുടെ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. കമ്പനി ഈസ് റണ്ണിങ്, കമ്പനി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം മെമ്പേഴ്സ് വരാൻ പോവാം, കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. Okay, perpetual succession. Separate property. Company can hold property in its own name. അല്ലാണ്ട് മെമ്പേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഞാനൊരു കമ്പനി തുടങ്ങി, ആ കമ്പനിക്ക് ആ കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങാം. കമ്പനി ഉണ്ടാക്കിയ പൈസ, ആ കമ്പനിക്ക് ആ പൈസയും കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങാം. അല്ലാതെ കമ്പനിക്ക് എൻ്റെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല. സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കമ്പനികൾ. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ ഇമ്പോസ് ചെയ്യാം. കാണാൻ പോകുന്നുണ്ട്, നമ്മൾ കമ്പനീസ് ആക്ടിൽ കാണും എന്താണ് ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റി ടു സ്യൂ ഓർ ബി സ്യൂഡ്. കമ്പനിക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം, കമ്പനിക്ക് എതിരെ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദി ആക്ട് ഈസ് വെസ്റ്റഡ് വിത്ത് എ കോർപ്പറേറ്റ് personality. It bears its own name and acts thereunter. So കമ്പനിക്ക് സ്വന്തമായൊരു പേരും പെരുമയൊക്കെ ഉണ്ടാവും. ആ കമ്പനിയുടെ പേരിൽ മാത്രമേ കമ്പനി അറിയപ്പെടാൻ പാടുള്ളൂ. ഇപ്പം എൻ്റെ പേര് അനൂപ്. ഞാൻ പോയിട്ട് ഞാനൊരു കമ്പനി തുടങ്ങി. ഓക്കെ, എയർ കേരള എന്ന് പറയുന്ന ഞാനൊരു കമ്പനി തുടങ്ങി. എയർ കേരള എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഓക്കെ, ആ കമ്പനിയുടെ അടുത്ത് പോയിട്ട് അനൂപ് തുടങ്ങിയ കമ്പനി എന്ന് പറഞ്ഞാൽ അത് വിളി കേൾക്കില്ല. എയർ കേരള എന്ന് വിളിച്ചാൽ മാത്രമേ അത് വിളി കേൾക്കുള്ളൂ. ഓക്കെ, സോ അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള പേരുണ്ട്. അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പർ, ഫൗണ്ടർ അനൂപ്, കമ്പനിയുടെ പേര് എയർ കേരള. അനൂപ് തുടങ്ങിയ കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനി മൈൻഡ് ചെയ്യില്ല, കാരണം കമ്പനി ആ കമ്പനിയുടെ പേരിൽ തന്നെ അറിയപ്പെടണം. ആ കമ്പനിയുടെ പേരിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ കമ്പനിയിലൊരു ഒരാൾ എംപ്ലോയ്മെൻറ്റിന് പോവുകയാണ്, അനൂപിൻ്റെ കമ്പനിയിൽ പണിക്ക് പോകുന്നു എന്നല്ല പറയാം, നമ്മൾ ആ എയർ കേരളയിൽ പണിക്ക് പോകുന്നു. ഓക്കെ, അതേപോലെ നമ്മൾ എവിടെ ജോലി? റിലയൻസ്. എവിടെ ജോലി? വിപ്രോ. എവിടെ ജോലി? ടാറ്റ. ഇറ്റ്സ് അസറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അങ്ങനെ ഞാൻ കമ്പനി തുടങ്ങി, എയർ കേരള എന്ന് പറയുന്ന കമ്പനി തുടങ്ങി. ആ എയർ കേരള എന്ത് ചെയ്തു? എയർ കേരള ഞാൻ എയർ കേരള തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ ഇട്ടുണ്ടാവുമല്ലോ, ആ പൈസയും കൊണ്ട് എയർ കേരള വന്നിട്ട് ഫസ്റ്റ് ചെയ്തത് നമ്മുടെ എയർ കേരള എന്ന് പറയുന്ന ഒരു ടാക്സി സർവീസസ് നടത്തുന്ന കമ്പനിയാണ്. വിദേശത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക്
ഏത് ഡെസ്റ്റിനേഷൻ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ടാക്സി സർവീസസ് ആണ്. അത്യാവശ്യം നല്ല സെറ്റപ്പിലുള്ള AC വലിയ ലക്ഷറി വാഹനം തൊട്ടിട്ട് സാധാ ലോക്കൽ വണ്ടി വരെ കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം ഇട്ടിട്ടാണ് ആ കമ്പനി തുടങ്ങിയത്. കമ്പനി എന്ത് ചെയ്തു? തുടങ്ങി. അപ്പോൾ കമ്പനിയിൽ ക്യാപിറ്റൽ ഞാൻ 50 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇട്ടു. അതാണല്ലോ ആ ബക്കറ്റിൽ 50 ലക്ഷം രൂപ ഞാൻ ഇട്ടു. ആ 50 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്തു? എയർ കേരള വന്നിട്ട് ആ പൈസ എടുത്തിട്ട് കുറച്ച് നല്ല കാർ, ഇപ്പോൾ ഒരു ബെൻസ് വാങ്ങി, അതേപോലെ ഒരു സാധാ ടൊയോട്ടോ വാങ്ങി, ഇന്നോവ വാങ്ങി, ഓക്കെ, അതേപോലെ ചെറിയ കുറച്ച് വണ്ടികളും വാങ്ങി. ആര് വാങ്ങി? എയർ കേരള വാങ്ങി. എയർ കേരളൻ്റെ ബക്കറ്റിലുള്ള പൈസ എടുത്തിട്ട് എയർ കേരള വണ്ടി വാങ്ങി ഇൻ ദ നെയിം ഓഫ് എയർ കേരള. സോ എനിക്ക് ആ വണ്ടിയിൽ ഓണർഷിപ്പ് ഉണ്ടോ? ഇല്ല. എയർ കേരളയ്ക്കാണ് ആ വണ്ടിയിൽ ഓണർഷിപ്പ് ഉള്ളത്. എനിക്ക് ആ കമ്പനിയുടെ മേലെ ഓണർഷിപ്പ്. സോ പ്രോപ്പർട്ടി ആ കമ്പനിയുടെ പേരിലായിരിക്കും ഹോൾഡ് ചെയ്യുക. ഇറ്റ്സ് അസറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ അപ്പോൾ അതെങ്ങനെയാണ്? ഞാനിട്ട പൈസ, ആ പൈസയും കൊണ്ടാണല്ലോ എയർ കേരള വാങ്ങിയത്. അപ്പം എങ്ങനെയാണ് ശരിയാവുക? അത് എൻ്റെ അല്ലേ ഇപ്പോൾ അസറ്റ്? നോ. നമ്മൾ +2 കണ്ടിട്ടുണ്ട് ബാലൻസ് ഷീറ്റും കാര്യങ്ങളിലൊക്കെ. ഞാനിടുന്ന പൈസ കമ്പനി എനിക്ക് എന്നോടുള്ളൊരു ഒബ്ലിഗേഷനാണ് ആ 50 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയിൽ ഇപ്പം ഞാൻ 50 ലക്ഷം ഇട്ടു. ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാർ വാങ്ങുന്നതിന് മുന്നേ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കമ്പനിയുടെ അസറ്റ് സൈഡിൽ ക്യാഷ് ആയിട്ട് 50 ലക്ഷം ഉണ്ടാവും. ലയബിലിറ്റി സൈഡിൽ അനൂപിൻ്റെ ക്യാപിറ്റലായിട്ട് അനൂപിന് കൊടുക്കാനുള്ള പൈസയായിട്ട് 50 ലക്ഷം ആയിരിക്കും കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. അസറ്റും ലയബിലിറ്റിയും അങ്ങനെ 50 ലക്ഷം ഈക്വൽ ബരാബർ. ഓക്കെ. സോ അപ്പം കമ്പനി എന്നോടൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആ പൈസ എനിക്ക് തിരിച്ചു തരാം, ലാഭം ഉണ്ടാക്കിയിട്ട് തിരിച്ചു തരാം എന്നുള്ളൊരു ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട്. ഇനിയിപ്പോൾ ലാഭം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ലാഭം ഉണ്ടാക്കിയ ലാഭം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതൊക്കെ കമ്പനീസ് ആക്ടിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്തായി? ആ ലയബിലിറ്റി സൈഡിൽ 50 ലക്ഷം ടു അനൂപ്, ഓണേഴ്സ് ലയബിലിറ്റി. അസറ്റിൽ 50 ലക്ഷം ക്യാഷ്. ഇനി ആ അസറ്റിൽ യൂസ് ചെയ്ത് കാറ് വാങ്ങി. അപ്പോഴും ക്യാപിറ്റൽ 50 ലക്ഷം, ലയബിലിറ്റി സൈഡിൽ 50 ലക്ഷം അനൂപിന് കൊടുക്കാനുണ്ട്. ക്യാഷ് മാറിയിട്ട് എന്തായി? കാറായി, അസറ്റിൽ ചേഞ്ച് ആയി. ക്ലിയർ? ഇറ്റ് ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ ഫ്രം ദി മെമ്പേഴ്സ് ഹു കമ്പോസ് ഇറ്റ്. ഓണർ വേറെ, കമ്പനി വേറെ, അനൂപ് വേറെ, എയർ കേരള വേറെ. ഇറ്റ് ക്യാൻ ഇൻക്യൂർ ഡെപ്റ്റ്, ബോറോ മണി, ഹാവ് എ ബാങ്ക് അക്കൗണ്ട്, എംപ്ലോയ് പീപ്പിൾ, enter into contract and can sue and be sued. ഓക്കെ. അപ്പോൾ അതിന് കടം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. യെസ് പറ്റും. ബോറോ പൈസ കടം വാങ്ങാം, ഡെപ്റ്റിൽ ഇൻക്വയർ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എയർ കേരള ഫെഡറൽ ബാങ്കിൽ പോയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എനിക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാം, എയർ കേരളയ്ക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആൾക്കാരെ പണിക്ക് വരുത്താം. എംപ്ലോയ് പീപ്പിൾ. സോ അത് ആരുടെ എംപ്ലോയീസ് ആയിരിക്കും? എയർ കേരളയുടെ എംപ്ലോയീസ് ആയിരിക്കും, അനൂപിൻ്റെ എംപ്ലോയീസ് ആയിരിക്കില്ല. ഇനി ഞാൻ വേറെ സർവൻറ്റിന് വെക്കുകയാണെങ്കിൽ അനൂപിൻ്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ എയർ കേരളയുടെ എംപ്ലോയീസ്. എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. എയർ കേരള വന്നിട്ട് കേരള ഗവൺമെൻറ്റിന് എന്നൊരു കോൺട്രാക്ട് വരുന്നു. കേരള ഗവൺമെൻറ്റിനെ കാണാൻ വേണ്ടി വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ വിദേശ ആൾക്കാർക്കുള്ള വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ഇനി മുതൽ എയർ കേരള കൊടുക്കുന്നു. സോ കേരള ഗവൺമെന്റ് ആയിട്ട് എയർ കേരള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. കോൺട്രാക്ട് ആര് സൈൻ ചെയ്യും? എയർ കേരള സൈൻ ചെയ്യും. ഇനി എയർ കേരളയ്ക്ക് കയ്യിലില്ല സൈൻ ചെയ്യാൻ. എയർ കേരളയ്ക്ക് വേണ്ടി എയർ കേരളയുടെ നോമിനി സൈൻ ചെയ്യും, അല്ലെങ്കിൽ എയർ കേരളയുടെ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് സൈൻ ചെയ്യും. അത് ഞാൻ തന്നെ സൈൻ ചെയ്യും. ഫോർ എയർ കേരള പ്രൈവറ്റ് ലിമിറ്റഡ്, അനൂപ് വി, മാനേജിംഗ് ഡയറക്ടർ. എന്നിട്ട് സൈൻ ഇട്ടു. സൈൻ ഇട്ടതാരാ? എയർ കേരളയാണ് സൈൻ ചെയ്തത്. ആക്ടിങ് ത്രൂ ഇറ്റ്സ് ഏജന്റ്, ആക്ടിങ് ത്രൂ ദി ഡയറക്ടർ. സോ എന്നിലൂടെ എയർ കേരള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അല്ലാണ്ട് എൻ്റെ പേരിലല്ല ആ കോൺട്രാക്ട്. ഓക്കെ. ഇനിയിപ്പോൾ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? അത് പറ്റിച്ചു. നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അത് വേറൊരാൾക്ക് കൊടുത്തു. നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ആ കോൺട്രാക്റ്റിൻ്റെ പൈസ നമുക്ക് തരുന്നില്ല, നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. ഞാനല്ല കൊണ്ടുപോയി കേസ് കൊടുക്കുക, എയർ കേരള എന്ന് പറഞ്ഞ കമ്പനി തന്നെ ലോയറിനെ അപ്പോയിന്റ് ചെയ്യും. എയർ കേരള എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാർ പോയിട്ട് അറ്റൻഡ് ചെയ്യും. ക്ലിയർ? ഞാൻ വെറും എയർ കേരളയ്ക്ക് വേണ്ടി തീരുമാനിക്കുന്ന, എയർ കേരളയ്ക്ക് വേണ്ടി സൈൻ ചെയ്യുന്നൊരു പാവം മുതലാളി.
ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഓണിങ് പ്രോപ്പർട്ടി. യെസ്, നമ്മളത് കണ്ടു. പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഇറ്റ്സ് നോഷണൽ ഓണേഴ്സ് ആൻഡ് ഡു നോട്ട് ഓൺ എനിത്തിങ് ഇൻ ഇറ്റ് except ownership of shares issued, and they can be its creditors simultaneously. അപ്പോൾ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് പേരിന് ഓണേഴ്സ് ആണ്. അവർ ശരിക്കും ഒന്നും ഓൺ ചെയ്യുന്നില്ല. എൻ്റെ കമ്പനിയാണ് എയർ കേരള, ഞാൻ തുടങ്ങിയ കമ്പനി. എയർ കേരള പോയിട്ട് കുറച്ച് കാറുകൾ വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, പലതും വാങ്ങി, സ്ഥലം വാങ്ങി, അതെല്ലാം എയർ കേരളൻ്റെയാണ്, ഒന്നും എൻ്റെ അല്ല ഗൈസ്. എനിക്കതിലൊന്നുമില്ല. എനിക്കതിലുള്ളത് എന്താ? ആ ഓണർഷിപ്പ് മാത്രമേ ഞാൻ ഓൺ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം എയർ കേരളയുടെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എയർ കേരളയ്ക്ക് പൈസ വേണം തോന്നി, ഞാൻ വേണമെങ്കിൽ എയർ കേരളയ്ക്ക് കടം കൊടുക്കാം. അപ്പോൾ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും പൈസ. ക്യാപിറ്റൽ ഓക്കെ, അതല്ലാതെ എനിക്ക് വേണമെങ്കിൽ കടം കൊടുക്കാം. ഇനിയിപ്പോൾ എയർ കേരള അടുത്ത് കുറച്ച് പൈസ കൂടുതലായി, എയർ കേരളയ്ക്ക് വേണമെങ്കിൽ എനിക്ക് കടം തരാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തരികയാണെന്നുണ്ടെങ്കിൽ, തരാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എയർ കേരള പൈസ തരും. A shareholder cannot be held liable for the act of the company even if he holds virtually the entire share capital. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു ഷെയർ ഹോൾഡറിനെ cannot be held liable, കമ്പനി വരുത്തി വെച്ചിട്ടുള്ള കടങ്ങൾക്ക് ഒരിക്കലും ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറിനോട് പോയി ചോദിക്കാൻ പാടില്ല. അപ്പം ഞാനും എയർ കേരളയും കൂടി എന്ത് തുടങ്ങി, അല്ല ഞാൻ എയർ കേരള തുടങ്ങി, എയർ കേരള ബിസിനസ് ചെയ്തു. എയർ കേരളയ്ക്ക് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയി. ഭാവി കണ്ട് നമ്മൾ കുറേ ടൂറൊക്കെ ഇതാണല്ലോ, ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറിൻ്റെ പാക്കേജ് ആണല്ലോ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം നല്ല ബൂം വന്നു. നല്ല കേരളത്തിലേക്ക് കുറേ ആൾക്കാർ വരുന്നു. നമ്മൾ ആയുർവേദ ചികിത്സയ്ക്കുള്ള സംഭവങ്ങൾ, റിസോർട്ടുകൾ, ബീച്ചുകൾ, മലകൾ, അങ്ങനെയുള്ള എല്ലാ ഏരിയയും ഞങ്ങൾ കവർ ചെയ്യുമായിരുന്നു. എയർ കേരള കവർ ചെയ്യുമായിരുന്നു. ഓക്കെ, അങ്ങനെ വണ്ടി തികയാതെ വന്നപ്പോൾ അത്യാവശ്യം ലാഭം കിട്ടുന്നുണ്ടല്ലോ. സോ ലാഭം കണ്ട് നമ്മൾ ബാങ്ക് പോയിട്ട് ലോൺ എടുത്തു. ബാങ്കിൽ സന്തോഷത്തോടെ ലോൺ തന്നു, കാരണം ബിസിനസ് വളർന്നു വരികയാണ്. ലോൺ തന്നു, ലോൺ എടുത്തു. എയർ കേരള പോയിട്ട് ലോൺ എടുത്തിട്ട് കുറേ വണ്ടികൾ വാങ്ങി. പെട്ടെന്ന് അങ്ങോട്ട് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയപ്പോൾ എന്ത് പറ്റി? നമ്മൾ വണ്ടി വാങ്ങിയവർക്കൊക്കെ നമ്മൾ ബാങ്ക് ലോൺ എടുത്തതിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ടൂറിസ്റ്റുകൾ വരുന്നില്ല. നമുക്ക് വണ്ടി റോട്ടിക്ക് ഇറക്കി ടാക്സി പോലും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ആരും റോട്ടിക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ വണ്ടികളൊക്കെ കേടുവന്ന് നശിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ ബാങ്കിനാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് ഒക്കെ അടച്ചടച്ച് നമ്മുടെ പൈസയൊക്കെ തീർന്നു. ഒരിക്കലും ആ ബാങ്ക് വന്നിട്ട് അനൂപിനോട് ചോദിക്കരുത്, ഡിയർ അനൂപ്, നിങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ മാസങ്ങളിൽ ഇൻട്രസ്റ്റ് അടച്ചു, പിന്നീട് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ആ പൈസ തരണമെന്ന് ഒരിക്കലും അനൂപിനോട് വന്ന് ചോദിക്കാൻ പാടില്ല. കാരണം കമ്പനി ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്. കമ്പനിയാണ് കടം വാങ്ങിയത്, കമ്പനിയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഞാൻ വെറും ഒരു പാവം ഓണർ മാത്രം. പക്ഷെ നേരെ മറിച്ച് ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിലോ, ബാങ്കുകാർ എപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോകും, വീട് ജപ്റ്റ് ചെയ്യാം, പലതും ബാങ്കിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷെ ഞാൻ തുടങ്ങി വെച്ചതൊരു കമ്പനിയായി പോയില്ലേ, അതുകൊണ്ട് ആ ഷീൽഡ് വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. ക്ലിയർ? യെസ്. ഇനിയിപ്പോൾ ഞാനാണ് എൻറ്റയർ ഷെയർ ഹോൾഡിങ് ഞാനാണ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ പോലും എൻ്റെ അടുത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ക്ലിയർ? യെസ്. So the Indian code have recognized the principle of separate legal entity of a company in TR Pratt Bombay Limited versus ED Sassoon and Company Limited. It was observed that under the law an incorporated company is distinct entity, and although all the shares may be practically controlled by one person, in law a company is a distinct entity. അപ്പോൾ അതേപോലെ വേറൊരു കേസിൽ TR Pratt ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കേസിൽ കോടതി തീരുമാനിച്ചതാണ്, കമ്പനിയുടെ ഷെയർസ് ഒരാൾ തന്നെ ഹോൾഡ് ചെയ്തോട്ടെ, പക്ഷേ അയാളും കമ്പനിയും വേറെ വേറെയാണ്. കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അല്ലാതെ ഈ ഓണർ വിട്ട് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്താ നിലനിൽപ്പ്? ഓണർ പോയി കഴിഞ്ഞാൽ കമ്പനി എങ്ങനെയാണ് നിലനിൽക്കുക? ഓക്കെ,
കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. കമ്പനി തുടങ്ങി വെച്ചത് നിയമമാണെന്നുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കാനുള്ള പവർ നിയമത്തിന് മാത്രമേ ഉള്ളൂ. സോ വി കമ്പനി സെക്രട്ടറീസ് ആർ ലേണിംഗ് ദാറ്റ് ലോ, ഹൗ ടു സ്റ്റാർട്ട് എ കമ്പനി, ഹൗ ടു റൺ എ കമ്പനി ആൻഡ് ഹൗ ടു എൻഡ് എ കമ്പനി അല്ലെങ്കിൽ ഡിസോൾവ് എ കമ്പനി. The shareholders are not the agents of the company and so they cannot bind it by their act. So the company does not hold its property as an agent or trustee for its members. So shareholder എന്ന് പറയുന്നത് കമ്പനിയുടെ ഏജന്റ് അല്ല. നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിലുള്ളൊരു ഇതാണ്. ഓരോ പാർട്ട്ണറും ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഏജന്റ് ആണ്. ഓരോ പാർട്ട്ണറും വേറെ പാർട്ട്നേഴ്സിന്റെയും ഏജന്റ് ആണ്. പക്ഷെ കമ്പനിയിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ല, ഏജൻസി ഒന്നുമില്ല. സോ ദേ കനോട്ട് ബൈൻഡ് ഇറ്റ് ബൈ ദെയർ ആക്ട്. അതുകൊണ്ട് തന്നെ കമ്പനി ചെയ്ത കാര്യങ്ങൾക്ക് കമ്പനിയുടെ ഓണേഴ്സിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദ കമ്പനി ഡസ് നോട്ട് ഹോൾഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ആസ് ആൻ ഏജന്റ് or a trustee for its members and they cannot sue to enforce its right nor can they be sued in respect of its liabilities. അതുകൊണ്ട് കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റില്ല, കമ്പനിയുടെ ഓണേഴ്സിന് ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ദസ് ഇൻകോർപ്പറേഷൻ ഈസ് ദ ആക്ട് ഓഫ് ഫോമിങ് എ ലീഗൽ കോർപ്പറേഷൻ ആസ് എ ജൂറിസ്റ്റിക് പേഴ്സൺ. സോ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ കോർപ്പറേഷനെ ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ട് തുടങ്ങുന്നതിനെയാണ് കമ്പനി എന്ന് പറയുന്നത്, ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ എ ജൂറിസ്റ്റിക് പേഴ്സൺ ഈസ് ഇൻ ലോ ഓൾസോ കൺഫേർഡ് വിത്ത് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആൻഡ് ഈസ് ഡെൽറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. സോ അതിന് കുറച്ച് റൈറ്റ്സ് ഉണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ആസ് പെർ ലോ. ലോ എവിടെ കിട്ടും? അതാണ് നമ്മൾ പഠിക്കുന്നത്. സോ കമ്പനി ലോ പഠിക്കുക എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ. ഈ ഫീച്ചേഴ്സ് ഒക്കെ കമ്പനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിയമം നോക്കാണ്ടതൊന്നും കിട്ടില്ല. അപ്പോൾ എന്തിനാണ് കമ്പനി സെക്രട്ടറീസ്? ഈ സംഭവങ്ങളൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരാൾ വരുന്നു, ഒരു വലിയൊരു IIT ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു IIM ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കാശുള്ള ഒരാൾ, ആൾക്ക് ബിസിനസ് എങ്ങനെ നടത്തണം എന്നറിയാം, ആൾക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അറിയാം, ആ സോഫ്റ്റ്വെയർ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നറിയാം. പക്ഷെ അതൊരു കമ്പനിയായിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ആൾക്കറിയില്ല. ആ കമ്പനിയിൽ എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല. അവിടെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡ്വൈസ് കൊടുക്കുക. സാർ നമ്മളൊരു കമ്പനിയാണ്, നമുക്ക് അങ്ങനെ ചെയ്യണം, അല്ലാണ്ട് സാറിൻ്റെ പേരിൽ തുടങ്ങാൻ പറ്റില്ല, ഇതെല്ലാം കമ്പനിയുടെ പേരിലായിരിക്കും എന്നുള്ള അഡ്വൈസാണ് നമ്മൾ കൊടുക്കുന്നത്. In other words, the entity acts like a natural person but only through a designated person who acts or processed within the ambit of law. So നമ്മുടെ എൻറ്റിറ്റി ഒരു നാച്ചുറൽ പേഴ്സണിനെ പോലെ ആക്ട് ചെയ്യും, പക്ഷെ വേറൊരാളിലൂടെ. ഇപ്പോൾ മറ്റേ നമ്മുടെ എയർ കേരള പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ കൂടെ സൈൻ ചെയ്യാൻ പോയല്ലോ. എയർ കേരള സൈൻ ചെയ്യാൻ വേണ്ടി അവിടം വരെ പോയി, പക്ഷെ ചമ്മിപ്പോയി. കാരണം എയർ കേരളയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ ഒരു ഡെസിഗ്നേറ്റഡ് പേഴ്സൺ വേണം. അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പം എന്നെ വേണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഫോർ എയർ കേരള പ്രൈവറ്റ് ലിമിറ്റഡ് അനൂപ് വി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യും. പക്ഷേ സൈൻ ചെയ്തത് ആരായിട്ട് കണക്കാക്കും? എയർ കേരളയ്ക്ക് വേണ്ടി എയർ കേരളൻ്റെ പണിക്കാരൻ സൈൻ ചെയ്തതായിട്ട് കണക്കാക്കുള്ളൂ. ക്ലിയർ? യെസ്. ഓക്കെ. സോ ഇതാണ് ഒരു കമ്പനിയുടെ. ഇനിയിപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കമ്പനി എന്ന് പറയുന്ന സമയത്ത്. നമ്മൾ ഓരോ കമ്പനീസ് ആക്ടിൽ ഓരോ പ്രൊവിഷൻസും പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു കമ്പനി, എങ്ങനെയാണ് കമ്പനി, ഓക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഗുണമുണ്ടായത്, ഷെയർ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പനി പോയിട്ട് കടം വാങ്ങുന്നത് എങ്ങനെയാണ്, കമ്പനി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, കമ്പനിയുടെ ബുക്സ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുക, കമ്പനിയുടെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക, ഗവൺമെൻറ്റിലേക്ക് എങ്ങനെയാണ് ഫയൽ ചെയ്യുക, കമ്പനി ലാഭം കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ കമ്പനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ. ഓക്കെ. അതേപോലെ കമ്പനിയുടെ പിന്നെ വേറെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട് ഇതിൽ. കമ്പനി ഇപ്പോൾ ഫണ്ട് റേസിങ്ങിന് പോകണം, കമ്പനി ഇപ്പോൾ നമ്മൾ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ IPO ലിസ്റ്റിംഗ്, എങ്ങനെയാണ് ഒരു കമ്പനി IPOന് പോവുക, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. കമ്പനീസ് ആക്ട് അറിയാതെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിസിനസ് ചെയ്യാം, കമ്പനിയെ ഫണ്ട് റേസ് ചെയ്യാനോ ബാങ്ക് ഇത് ചെയ്യാനോ അതൊന്നും പറ്റില്ല. സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഈ ഒരു കംപ്ലയൻസ് സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇതിൽ വേറൊന്ന് പറയുന്നുണ്ടല്ലോ, കമ്പനീസ് ക്രിയേറ്റഡ് ബൈ ലോ. എക്സിസ്റ്റൻസ് വരുന്ന ആരാ? കമ്പനി, ലോ ആണ്.
അപ്പോൾ ആ ലോ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സിസ്റ്റൻസ് തിരിച്ചെടുക്കാനുള്ള പവറും ലോക്ക് ഉണ്ട്. ഇപ്പം ഞാനൊരു എയർ കേരള എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി, ഓക്കെ, ആ കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, ഞാൻ നിയമമൊന്നും നോക്കണില്ല, എൻ്റെ തോന്നി ഇഷ്ടപോലെ ചെയ്യുന്നു, അവസാനം എനിക്ക് ആ കമ്പനിയിൽ ഒന്നും ഇല്ലാണ്ടാവും. കാരണം അസറ്റൊക്കെ കമ്പനിയുടെ പേരില്ല. ഞാനത് പോയി ചോദിച്ചിട്ട് സാർ ഇതെല്ലാം എൻ്റെ കമ്പനിയാണ്, എനിക്ക് ആ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കമ്പനി വിൽക്കണം എന്നൊക്കെ പറയാൻ കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ കമ്പനി തുടങ്ങി വെച്ചിട്ട് നിങ്ങളുടെ തോന്നി ഇഷ്ടം ചെയ്തു, കമ്പനീസ് ആക്ട് ഫോളോ ചെയ്തില്ല, സോ പ്രോപ്പർട്ടി ഒക്കെ പോവും, ജപ്റ്റ് ചെയ്തിട്ട് പോവും, കണ്ടവർ കൊണ്ടുപോകും. സോ കംപ്ലയൻസ് ഈസ് എ മസ്റ്റ്. ഓക്കെ, സോ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കേസ് ലോസ് ഉണ്ട്. സോ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിൽ കേസ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ കേസ് ലോ കാണുമ്പോൾ നമുക്ക് ഓരോ കഥകളും മനസ്സിലാവും. ഓക്കെ, പണ്ട് ഇങ്ങനെയായിരുന്നു അല്ലേ, ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തതെന്നല്ലേ. ഓക്കെ, ഇനി പിന്നെ വേറെ ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ കമ്പനീസ് ആക്ട് ആയിക്കോട്ടെ, സി എസിലുള്ള ഏതൊരു ആക്ടോ ഏതൊരു പ്രൊവിഷനോ ഏതൊരു സെക്ഷനോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി നമ്മൾ ഇങ്ങനെ ഓർത്തെടുക്കുക. ഒരു കമ്പനി എന്തുകൊണ്ടായിരിക്കും ഒരു കമ്പനി തുടങ്ങിയത്? പാർട്ട്ണർഷിപ്പ് മാത്രം മതിയായിരുന്നില്ലേ? ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ പാർട്ട്ണർ തട്ടിപ്പോണു, എക്സിസ്റ്റൻസ് പോകുന്നു, ഓക്കെ ഓക്കെ പ്രശ്നമാണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം തുടങ്ങി. അങ്ങനെ ഓരോ പ്രൊവിഷനും ഓരോ റീസൺസ് ഉണ്ട്. അതിൻ്റെ ബാക്കിലുള്ള കഥ നമ്മൾ ആലോചിക്കുക. കഥ എന്തായിരിക്കാം. അങ്ങനെ തിങ്ക് ചെയ്ത് നമ്മളൊരു CS മെറ്റീരിയലായി മാറണം. ഓക്കെ, നമ്മളൊരു ലോ സ്റ്റുഡൻ്റ് ആവുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം മാത്രം പഠിക്കാതെ നമ്മൾ ബിയോണ്ട് ദി ടെക്സ്റ്റ് ബുക്കൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ കഥ മനസ്സിലാക്കി, അതിൻ്റെ അപ്ലിക്കേഷൻ എന്തിനാണ് ഈ ഒരു സാധനം എന്ന് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ തന്നെ ഫ്രെയിം ചെയ്തോ ഓരോ സിറ്റുവേഷൻ. എന്തോ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൂടി ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നു, ആലോചിച്ചു, ഓക്കെ ഈ പ്രൊവിഷൻ കൊണ്ടുവരാം. എന്നിട്ട് പാർലമെൻറ്റിൽ പോയി, ലോകസഭയിൽ പോയി, രാജ്യസഭ പോയി, പ്രസിഡന്റ് അപ്രൂവൽ തന്നു, ലോ ആയി. സോ പ്രസിഡന്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടേ ഈ ലോ ഒക്കെ പാസ്സാവുള്ളൂ. സോ ആവശ്യമില്ലാത്തൊരു കാര്യം അവർ അപ്രൂവൽ ചെയ്യുമോ? ഇല്ല. രാജ്യസഭയിൽ പോകണം, ലോകസഭയിൽ പോകണം, ആവശ്യമില്ലാത്തൊരു സാധനം അവർ പുറത്തു വിടുമോ? ഇല്ല. ഒപ്പോസിഷൻ വെറുതെ ഇരിക്കുമോ? ഇതെന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ചു വരില്ലേ? സോ ഓരോ സെക്ഷനും അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. ചെറിയ റീസൺസ് ആയിരിക്കും, പക്ഷെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോ വിൽ ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സബ്ജക്ട്. ഈ കമ്പനി ലോ വിൽ ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സബ്ജക്ട് ഇൻ ദ CS കോഴ്സ്. Clear? Yes.